ഉദ്ദണ്ഡ ശാസ്ത്രികളും പുനന്നപ്പുതരിയും വയൂർപട്ടേരിമാരും മറ്റും അംഗങ്ങളായ ആ സദസ് ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയ സംഭാവന ചെറുതല്ല. അതിന്റെ പിൽക്കാല രൂപം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ മാങ്കാവിൽ കോവിലകത്ത് നിലനിന്നു എന്നും മഹാകവി വള്ളത്തോളും പൊന്നശ്ശേരി നമ്പിയും മറ്റനവധി മഹാപണ്ഡിതന്മാരും ആ സദസ്സിലെ അംഗങ്ങളായിരുന്നു എന്നും ഇളമുഴക്കാരനായ വി.ടി. ബാലകൃഷ്ണൻ മറ്റും ചേർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വള്ളത്തോളിനോട് സാധാരണയായിട്ട് പങ്കെടുക്കുന്ന ഒരു യോഗമായിരുന്നു, ഒരു സാഹിത്യ സദസ്സായിരുന്നു. ഒരിക്കൽ വള്ളത്തോളിനോട് തൊട്ടടുത്തിരുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, കേട്ടോ കവിത എഴുതിയാൽ മാത്രം പോരാ, കുറച്ച് പാണ്ഡിത്യം ഉണ്ടാക്കാൻ കൂടി വേണം. ഒരു സംസ്കൃത വാക്ക് കേട്ടപ്പോൾ ഒന്നുകൂടെ വള്ളത്തോട് 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അന്ന് വള്ളത്തോൾ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അദ്ദേഹം പഠനം ആരംഭിച്ചു. ആ പഠനത്തിന്റെ ഫലമായിട്ടാണ് പിൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കുന്ന തർജ്ജമ നമുക്ക് മലയാളത്തിലേക്ക് കിട്ടി എന്നത് വള്ളത്തോളിന്റെ വലിയ സംഭാവനയാണ്. അന്ന് ആ തർജ്ജമയ്ക്ക് പറ്റിയ പാണ്ഡിത്യം സമ്പാദിക്കാനുള്ള ഒരുക്കം തുടങ്ങുന്നത് ഈ